സർ, ഞങ്ങള് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള സാറിന്റെ ശിഷ്യഗണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളെ പോലുള്ള ആൾക്കാർ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ അമേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാറിന്റെ ഒരു എഡ്യൂക്കേഷണൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ മെനി മാസ്റ്റേഴ്സ് ഡിഗ്രീസ്, പിന്നെ MBA, അതുകൂടാതെ PhD, പിന്നെ മറ്റ് റിസർച്ച് ബാക്ക്ഗ്രൗണ്ട്സ്. ഇത് ഒരു പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെക്കാളും കൂടുതൽ ഡിഗ്രീസ് സാറിന് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. സോ ഹൗ വാസ് ഇറ്റ്? അതായത് ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റിനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എങ്ങനെയാണ് സാർ ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാല് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ മധ്യ തിരുവിതാംകൂർ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഞാൻ പഠിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ വേറെ വലിയ എനിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റിയ ടൈറ്റിൽസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഈ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLB കഴിഞ്ഞു. അപ്പൊ LLBക്ക് എന്റെ പഠനം കഴിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ MA ചെയ്തു. ഇതിനിടയിൽ കല്യാണം കഴിഞ്ഞു. വൈഫ് എന്റെ കൂടെ തന്നെ എന്റെ ജൂനിയറായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്നിച്ചായി പഠനം. MA ചെയ്തപ്പോൾ, അതുപോലെ തന്നെ LLM ചെയ്ത് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. MBA ചെയ്തത് ഒന്നിച്ചായിരുന്നു. പിന്നെ PhD ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ റിസർച്ചിൽ സഹായിച്ചുകൊണ്ടിരുന്നത് വൈഫാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ചെയ്ത എല്ലാ ഡിഗ്രീസും വൈഫും ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു എന്താണ് ഒരു ഹോബിയായിട്ട്, പഠനം ഒരു ഹോബിയായിട്ട് ഏറെക്കുറെ ഒരു 30 വർഷത്തോളം യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ PhD കഴിഞ്ഞ് ഒരു 5 വർഷത്തോളം ഞാൻ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ ഞാൻ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഞാൻ അവിടെ എന്റെ പോസ്റ്റ് ഡോക്ടറൽ തീസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അതിന്റെ കൂടെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യണമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പല പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ MBA പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു അക്കാഡമിക് എന്ന് പറയാനായിട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഹോബി ആയിട്ട് പഠിച്ചു എന്നുള്ളതാണ് അതിനകത്ത്. വേറെ നേരത്തെ തന്നെ ഇതൊരു വലിയ പ്ലാൻ ആയിട്ട് എടുത്തുകൊണ്ടൊന്നും ചെയ്തതല്ല, ഒരു ഹോബി ആയിട്ട് ചെയ്തു. പക്ഷെ അത് പിന്നീട് നമുക്ക് പ്രയോജനപ്പെട്ടു. അപ്പോ പിന്നീടുള്ള ഈ ട്രെയിനിങ് കാലഘട്ടത്തിലൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ. സാർ, റിസർച്ചസ് എങ്ങനെയാണ്? സാർ റിസർച്ചിനെ പറ്റി പറയാറുണ്ട്. മൈൻഡ് പവറിന്റെ മേഖലയിലാണോ സാർ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ളത്? ഞാൻ ആദ്യം റിസർച്ച് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ്, ലോയ്, ഇങ്ങനെയുള്ള ലോയിലാണ് മെയിൻ ആയിട്ടും എന്റെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ പോസ്റ്റ് ഡോക്ടറിൽ ചെയ്തതും 5 വർഷം ഞാൻ റിസർച്ച് ചെയ്തതും. പക്ഷെ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളി ഒരു ഇലക്ട്രോണിക് ക്യാമ്പസ് പോലായിരുന്നു ബാംഗ്ലൂർ. ഏറ്റവും ഹൈയസ്റ്റ് ബാൻഡ് വിഡ്ത്തുള്ള വൈഫൈയും 24 hours ഓൾ ദ ക്യാമ്പസ് അലൈവ് ആയിട്ട് നിൽക്കുന്ന, രാത്രി 1 മണിക്ക് പോലും സ്റ്റുഡൻസ് ഹോസ്റ്റലിന് പുറത്തിരുന്ന് തങ്ങൾ സംസാരിച്ച് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു എനിക്കത് ചെയ്യാൻ പറ്റും. തന്നെയല്ലാതെ ലോകത്തിലെ എല്ലാ ലൈബ്രറികളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടൊരു നെറ്റ്വർക്കാണ്. അപ്പൊ ഈ റിസർച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ പിന്നെ ആദ്യം നമ്മളൊരു സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇതുവരെയുള്ള പഠനങ്ങളെല്ലാം സമ്മറൈസ് ചെയ്യണം. അപ്പൊ എന്നിട്ട് അതിനകത്ത് കുറവുള്ളൊരു സാധനമായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോ അതിനൊക്കെ നമുക്ക് സഹകരിക്കുന്ന പറഞ്ഞാൽ ഈ ഓൺലൈൻ ലൈബ്രറീസ് അതൊരു പുതിയ സാധ്യതയാണ്. ഇപ്പൊ നമ്മൾ PhD ഒക്കെ സാധാരണ ഇത് 4-5 വർഷമൊക്കെ പണ്ട് എടുത്തുകൊണ്ടിരുന്നത് ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ ഓൺലൈൻ ലൈബ്രറീസിന്റെ ഒരു ഹെൽപ്പ് കിട്ടുവാണെങ്കിൽ ഒരു 2 മാസമൊക്കെ കൊണ്ട് നമുക്ക് വർക്ക് തീർക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് എക്സ്പെരിമെന്റ് എല്ലാം നടത്തണേ കൂടുതൽ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് അക്കാഡമിക് വർക്ക് ഒരു 2 മാസം ഇന്റൻസീവ് ആയിട്ട് ചെയ്താൽ പോലും നമുക്ക് തീരാവുന്ന അത്രയും സൗകര്യമാണ് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ ഫെസിലിറ്റി. അപ്പൊ അത് ചെയ്തത് കൊണ്ട് നമുക്ക് ഇന്നിപ്പോ ഈ മൈൻഡ് പവറിൽ റിസർച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 10 പുസ്തകം എഴുതേണ്ട കാര്യം പോലും ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് റിസർച്ച് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പല ട്രെയിനേഴ്സിൽ നിന്നും വ്യത്യസ്തമായി സാറ് വെൽത്ത് ക്രിയേഷൻ വർക്ക്ഷോപ്സ്, ബില്യനെയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്. ഞാനും ഒരു പാർട്ടിസിപ്പന്റ് ആണ്. ഞാൻ 6 ലെവലോളം അതിന്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്ക് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, സാറ് ഇതിന് എലിജിബിൾ ആണോ, സാറിന്റെ വെൽത്ത് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പലരും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സിലും സംശയം തോന്നിയിട്ടുണ്ട്. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി സാറ് സഫീഷ്യന്റ് വെൽത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം തന്നെയാണ് ഈ ഒരു ട്രെയിനിങ് ഫീൽഡിൽ വളരെ കമ്മിറ്റഡും ഡിവോട്ടഡും ആയിട്ടും നിൽക്കുന്നതെന്ന്. അപ്പൊ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, ഈ പഠിപ്പിക്കുന്ന മെത്തേഡ് എത്ര കണ്ടന്റ് റിച്ച് ആണെന്ന്
എനിക്കറിയാം പേഴ്സണലി. അപ്പൊ അതേ മെത്തേഡ്സ് വെച്ച് സാറിന് കൂടുതൽ വെൽത്ത് സമ്പാദിച്ചങ്ങ് മുകളിലോട്ട് പോയാൽ പോരെ? വീണ്ടും സാർ എന്തിനാണ് ട്രെയിനിങ് ഫീൽഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്? അതിന്റെ ഒരു റീസൺ പറയാമോ? അപ്പൊ ഞാൻ ട്രെയിനിങ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി പോകുന്നു എന്നാണ് നമ്മൾ ഒരിക്കലുമല്ല, കൂടുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ പറയാം, ആക്ച്വലി ട്രെയിനിങ്ങിന് വേണ്ടിയല്ല ഞാൻ വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ ഒത്തിരി അറിവുകൾ ശേഖരിച്ചത് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും വെൽത്ത് ഉണ്ടാക്കിയത്. അപ്പോ നമുക്ക് അസറ്റ്സ് വേണം, കാരണം നമുക്ക് അസറ്റ്സ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാതെ വരും. പിന്നെ പക്ഷേങ്കിൽ ഇതിനകത്ത് എന്തുകൊണ്ടാണ് പിന്നെ ഞാൻ, കാരണം ഒരു ക്ലാസ് എടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് അതിലും കൂടുതൽ ഈ പറഞ്ഞ ബിസിനസ്സിൽ ഇറങ്ങി വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്നിട്ടും ക്ലാസ് എടുക്കുന്നതിനെ വെച്ചപ്പോ ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഒരാളിലേ ഉണ്ടാക്കുള്ളൂ. ഒരാളെ ഉണ്ടാക്കുന്ന ലോകത്തിലിപ്പോ ഞാൻ ഏതായാലും 3 ചപ്പാത്തിക്കുള്ളിൽ 2 ചപ്പാത്തിക്കുള്ളിൽ കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് വളരെ കുറച്ച് പച്ചക്കറി സാധനങ്ങളും മതി. അപ്പൊ ബിയോണ്ട് ദാറ്റ് ഞാൻ ഈ പറഞ്ഞ എന്ത് ചെയ്യും? അപ്പൊ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലോകത്തിന് നന്മ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോ പഠിപ്പിക്കുന്ന വിഷയം അത് തന്നെയാണ്. ആക്ച്വലി ദ ബില്യണിയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ ഒരു സ്പിരിച്വൽ പ്രോഗ്രാം, അറിയാലോ. അപ്പൊ നമ്മള് സമ്പത്ത് ഒത്തിരി ഉണ്ടാക്കി ലോകത്തിന് നന്മ ചെയ്യണം. എപ്പോഴും നമ്മളെ നന്മ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടൊരു ഇന്ധനമായിട്ടാണ് സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരാള് എത്ര സമ്പത്ത് ഉണ്ടാക്കി ചെയ്യുന്ന കഴിഞ്ഞ് ഒരുപാട് നന്മ കൂടുന്നത് 1000-2000 പേര് സമ്പത്ത് ഒത്തിരി ഉണ്ടാക്കിയിട്ട് അവരെല്ലാം ലോകത്തിന് നന്മ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതിന്റെ ഒരു 100 ഇരട്ടി നന്മയെങ്കിലും അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ അല്ലാതെ ഞാൻ സംസാരിച്ച് പറഞ്ഞിരുന്നു, ഈ പിന്നെ 3ാമത്തെ ലെവൽ വരെയുള്ള പ്ലഷർ പറഞ്ഞിരുന്നു, 4ാമത്തെ ഹാപ്പിനെസ്സും 5ാമത്തെ ജോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ നമുക്ക് അറിവ് ആർജിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ സന്തുഷ്ടിയാണ്, സന്തോഷമാണ്, ജോയിയാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അതിലും വലിയൊരു ജോയിയാണ്. അതിലൂടെ അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുകയും അവർ ഉയരുകയും. നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സമ്പത്താണെങ്കിൽ നമ്മളിപ്പോ ഒരു പിന്നെ ഇപ്പൊ 50 ലക്ഷം ആകെ സമ്പത്തുള്ള ഒരാൾ വന്നിട്ട് 5 കോടിയോ 20 കോടിയോ ഇല്ലെങ്കിൽ 70 കോടിയോ 120 കോടിയോ ആവുകയാണെങ്കിൽ നമുക്ക് കാണാം, പറയാം, ഇറ്റ്സ് എവിഡൻസ്. അപ്പൊ ഇപ്പൊ നമ്മളുടെ പാർട്ടിസിപ്പൻസില് ഒരുപാട് പേരുടെ അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലൈനിൽ നിന്ന് സാധാരണ നമ്മുടെ പാർട്ടിസിപ്പൻസിന് നമ്പേഴ്സ് റെഫറൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എത്ര കോടിയുടെ വെൽത്ത് വർദ്ധിച്ചു. സോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സക്സസ് വെൽത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മറ്റതെല്ലാം ക്വാളിറ്റി അല്ലേ, ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സമ്പത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് മെഷർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു. അപ്പൊ അതുകൊണ്ട് ഞാൻ നന്മ ചെയ്യാനായിട്ട് സഹായിക്കലാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു അറിവ് കൊടുത്തിട്ട് അവരെയൊക്കെ വെൽത്തിയാക്കിയിട്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുപോകാറില്ല. ഞാൻ എപ്പോഴും കൂടെ കൊണ്ടുപോകുന്ന ലോകത്തിന് നന്മ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓൺട്രപ്രനേഴ്സിനെയാണ്. അവരെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിട്ടാണ്. സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ അധികം മുന്നോട്ട് കൊണ്ടുപോകാറില്ല. പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്ന മെന്റർഷിപ്പോ അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ ഇതിനകത്തൊന്നും അവരെ ഞാൻ ഉൾപ്പെടുത്താറില്ല. സ്വാർത്ഥതയുള്ള ആളാണ് ഞാനൊരു സ്വാഭാവികമായിട്ടും കുറച്ച് ഡിസ്റ്റൻസ് ഞാൻ പാലിക്കാറുണ്ട്. ഓക്കെ സർ.